ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മെറീന മൈക്കിൾ. വെൽക്കം. Thank you. മെറീന, Yes. ഹൗ ഡു യു ഫീൽ നൗ? I feel good. ഭയങ്കര എന്താ പറയാ, പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണ് എനർജിക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ്? എനർജിക്ക് പിന്നെ എനിക്കറിയാം ഇന്ന് കുറച്ച് ഹെൽത്ത് വൈസ് ഇന്ന് ഇത്തിരി ഓക്കെ അല്ലാതെ, ബട്ട് സ്റ്റിൽ ഇന്ന് എല്ലാ കാര്യത്തിനും ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ആ എനർജി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ എനർജി ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് സ്പേസിൽ പോയാലും ആളുകൾ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഒരു പ്രസ് മീറ്റ് പോലെ ആയിരുന്നല്ലോ കഴിഞ്ഞത്. അപ്പം എൻ്റെ കൂടെ നിന്ന ആളുകളിൽ കുറേ ആൾക്കാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ച് ഞാനിങ്ങനെ കുറച്ച് ഹൈപ്പറായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് ആയപ്പോ പതുക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മളും പരിചയം ഉണ്ടല്ലോ, സുഹൃത്തുക്കളായതുകൊണ്ട് കുഴപ്പമില്ല. ഈ റീസെന്റ് ഡേയ്സിലായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് ഇന്റർവ്യൂസിന്റെ ഇഷ്യൂസ് ഉണ്ടായി. മെറീന അത് കണ്ടിരുന്നോ? അപ്പോ മെറീനയുടെ ഒരു പെർസ്പെക്റ്റീവില് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ള ആളാണ്. ആങ്കേഴ്സിന്റെ ഇപ്പോ TRP മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആങ്കേഴ്സിന്റെ ചോദ്യങ്ങളില് നിലവാരം കുറയുന്നതായിട്ട് തോന്നി. എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഇന്നിപ്പോ നമ്മളുടെ പ്രസ് മീറ്റിന്റെ കാര്യം സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അലമ്പ് ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം എല്ലാത്തിനും ഒരു ഞാൻ പറയാം, എവറിത്തിങ് സ്റ്റാർട്ട്സ് ഓൺ റെസ്പെക്ട് അല്ലേ. ഇപ്പൊ നമ്മൾ റാൻഡമായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പരിചയപ്പെടുകയാണെങ്കിലും എനിക്കൊരു റെസ്പെക്റ്റോട് കൂടിയായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ താങ്കളും ആ റെസ്പെക്ട് തിരിച്ചു തരണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു ആങ്കറിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പം ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തക ഒരു വീഡിയോ ഇട്ടു. പുള്ളിക്കാരി ആങ്കറാണ്. അപ്പം ജുവൽ വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജുവൽ പറഞ്ഞു, ലൈക്ക് നിങ്ങൾക്ക് ആ ചോദ്യം കൊണ്ടുവന്ന് തരുമ്പോ നിങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് ഇത് കാരണം ശാന്തി കൃഷ്ണ മാമിന്റെ അടുത്തൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ ചോദിക്കുന്നത്. അവര് അത്രയും ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ. അപ്പം എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമൊന്നല്ല, എന്താണ് ഇത് എന്നുള്ള ഒരു സാധനം നമുക്ക് തോന്നുമല്ലോ. അപ്പം കുറച്ചുകൂടെ, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളൊരു ഹ്യൂമൻ ആണെന്നെങ്കിലും പക്ഷെ ഐ ടെൽ യു, ലൈക്ക് ഷൈൻ്റെ ഒരു ട്രാജഡി കഴിഞ്ഞതിന് ശേഷം ഷൈൻ്റെ ഒരു കിഡിലെ ഇന്റർവ്യൂ വന്നു, അമേസിങ് ഇന്റർവ്യൂ. അപ്പം അതിനുള്ളൊരു ഫാൻ ഫോളോയിങ്ങും അല്ലെങ്കിൽ അതിന് അവർ നടത്തിയിരിക്കുന്ന ഒരു എന്താ പറയാ, സ്റ്റഡി എന്ന് ഞാൻ പറയില്ല, പ്രിപ്പറേഷനും ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അങ്ങനത്തെ ഇന്റർവ്യൂ കാണാൻ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വാളിറ്റി കണ്ടന്റ് ഡെലിവറി ചെയ്യേണ്ടത് ഈ മീഡിയ ആളുകളാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ചേഞ്ചസ് വന്നാൽ മാത്രമേ ഇത് ചേഞ്ച് ആവുള്ളൂ. ഇത് എത്രത്തോളം താഴേക്ക് പോകുന്നു എന്നുള്ളത് ആ ഒരു ട്രെൻഡ് അനുസരിച്ചിരിക്കും. അപ്പൊ ട്രെൻഡ് മാറ്റി പിടിക്കേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും ആളാണ്. അപ്പൊ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഇനി നമ്മള് എന്താ പറയാ സപ്പോർട്ട് ചെയ്യില്ല എന്നോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഇനി ടോളറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ക്വാളിറ്റി എല്ലാ കാര്യങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജേർണലിസം പഠിച്ചത്ര ആഗ്രഹത്തോടെ വന്നവരായിരിക്കും. അപ്പോഴും മീഡിയ എത്തിക്സിന് ഇവിടെ ഒരു വിലയില്ല, അത് നമുക്കും ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു സംഭവം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അല്ല, ജേർണലിസം പഠിച്ചു വന്നിട്ട് അത്യാവശ്യം എത്തിക്സ് ഉള്ള ആളുകളുടെ ഇന്റർവ്യൂ കണ്ടാൽ നമുക്ക് അറിയാം അവർക്ക് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. സി, ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് വാലിഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഫോർ എക്സാമ്പിൾ സാധാരണക്കാരനാണെങ്കിൽ പോലും കുറച്ച് നല്ല തിങ്കിങ്ങോ അല്ലെങ്കിൽ നല്ല ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇവരിത് വെറുതെ വായി തോന്നിയ കാര്യങ്ങൾ സംസാരിക്കുകയല്ല, ഇവരിതിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള നല്ല ക്രീം ഓഡിയൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഓഡിയൻസ് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ബട്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻസിന്റെ കാര്യം കുറച്ച് എന്താ പറയാ, ഒരു എംപതി ആവാം അല്ലെ ഗസ്റ്റിനോട്. എംപതി എന്ന് പറഞ്ഞാലും മീഡിയയിൽ നിന്ന് എനിക്കറിയില്ല എന്താണ് ചോദിച്ച് എടുക്കാൻ ട്രൈ ചെയ്യുന്നത്. പേഴ്സണൽ കാര്യമാണോ, ട്രാജഡി ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന മൊമെന്റ് ആണോ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എന്താണ് അതിന്റെ അജണ്ട എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആളാദ്യം കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്, ഓഫ് ദ ക്യാമറ ചോദിച്ചിട്ട് മാത്രങ്ങൾ ചോദ്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് ആസ് എ പേഴ്സൺ തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ അതിൽ എഡിറ്റും ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ആ ആർട്ടിസ്റ്റിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലോ നമുക്ക് ഒത്തിരി ഇതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ. അപ്പൊ അവർ എത്രയോ കാശ് മുടക്കി തെറപ്പി ചെയ്തു, മരുന്നുകൾ കഴിച്ചു,
ഒത്തിരി കാലം, അതായത് മേ ബി 1 വർഷം 3 വർഷം 10 വർഷമൊക്കെ റിക്കവർ ചെയ്ത് വന്ന സാധനമായിരിക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് പൊളിയുന്നത്. തകർന്നു പോകുന്നത്. അതെ അതെ അതെ. അതൊരു ഭയങ്കര ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര മോശമല്ലേ? പിന്നെ അതൊരു മോശം കാര്യമാണ്. ആ മോശമാണെന്ന് എല്ലാവർക്കും തോന്നണം. അതുകൊണ്ടാണ് ഈ സെൻസ് ഉള്ള നാട്ടുകാർ ഇതെടുത്ത് പൊങ്കാല ഇടുന്നത് ഓൺലൈനിൽ. ഇത് ശരിക്കും ആവശ്യമായിരുന്നു എന്ന് തന്നെ ഏതൊരു വ്യൂവറിനെയും പോലെ മെറീനയ്ക്കും ഫീൽ ചെയ്തിരുന്നു. എന്ത് ഐ മീൻ ഈ ഒരു ആളുകൾ റിയാക്ട് ചെയ്തത് വളരെ നന്നായി. കാരണം എന്തും നമുക്ക് എല്ലാവരുടെ അടുത്തും അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് ചോദിക്കാന്നുള്ളത് ഇപ്പം കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളടുത്ത് ഈ ചോദ്യം ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കില്ല. എനിക്ക് ഐ എം ഷുവർ 100% ഷുവർ തിരിച്ച് ഇവർക്ക് പണി കിട്ടുന്ന പ്രത്യേകിച്ച് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചോദ്യം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാലും ഈ സാധനം എഡിറ്റിൽ പോവും. ഓൺലൈനിൽ ഇത് വരില്ല. അപ്പം സംതിങ് ഇസ് റോങ് വിത്ത് പീപ്പിൾ. എപ്പോഴും സാഡിസ്റ്റിക് ആയിട്ടുള്ള ഷോ എപ്പോഴും മുന്നോട്ട് പോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ഇതിലും ഇപ്പോൾ സീരിയലിൻ്റെ TRP കയറുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോ പോലത്തെ ഷോസൊക്കെ നിലനിന്ന് പോകുന്നത് മനുഷ്യർക്ക് ബേസിക്കലി ഒരു സാഡിസം സൈഡ് ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കണ്ടന്റ് വിട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ശാന്തികൃഷ്ണ മാമിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റീസെൻ്റ്ലി വീണ്ടും പല എന്താ പറയുക കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ ഇന്റർവ്യൂസ് നമ്മൾ കണ്ടു. അതും നോർമലൈസ് ചെയ്ത് ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കി അങ്ങനത്തെ ഇന്റർവ്യൂസും അത് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അല്ല, ഞാൻ ആ കുട്ടി അതിനുശേഷം ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോളജൈസ് ചെയ്തതും കണ്ടു. അത് ആക്ച്വലി നല്ല കാര്യമാണ്. കാരണം നമുക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ഇന്റർവ്യൂസിൽ. ബട്ട് ആ സംസാരിച്ച കാര്യം നമുക്ക് ഇങ്ങനത്തെ ഇന്റർവ്യൂ ഞാൻ മുമ്പ് വേറൊരു ചാനലിൽ കണ്ടിട്ടുണ്ട്. വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ, അതിലും ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറും ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം ബസ്സിലിരുന്ന് ഏതോ സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ ലാഘവത്തോടുകൂടെ. എനിക്കത് കേട്ടിട്ട് വല്ലാണ്ടായി. ഞാൻ ആലോചിച്ചു, അയാൾ മൊളസ്റ്റ് ചെയ്തതാണ് ലിറ്ററലി. ഒരു സ്ത്രീയെ ബസ് കയറി മൊളസ്റ്റ് ചെയ്തു എന്നും ആ സ്ത്രീക്ക് കുഴപ്പമുണ്ടായില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് തോന്നുന്നു അതിൽ കൺവേ ആവുന്നത്. ബട്ട് എന്നാലും അതെങ്ങനെ അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നത്? അപ്പം അവിടെ ഇരുന്ന ഓഡിയൻസ് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, ആർക്കെങ്കിലും കയറി നല്ല 4 പറഞ്ഞൂടെ? നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് മെസ്സേജാ? കുറച്ച് സീനിയർ സിറ്റിസൺ ആണ്. അപ്പം പണ്ടും അതുണ്ട്, ഇങ്ങനത്തെ സംസാരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഈ സാധനങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നു. പക്ഷെ ഇപ്പൊ റിയാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. അതിലെനിക്ക് സന്തോഷം. ഗുഡ് തിങ്. അതെ, ആളുകൾ പ്രതികരിച്ചു. അതെ പ്രതികരിക്കാൻ. പിന്നെ പേഴ്സണലി നമ്മൾ എത്ര ഓൺലൈനിലും അവിടെ ഇവിടെയും പറഞ്ഞാലും പേഴ്സണലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനാണെങ്കിലും നൂറാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ അക്നോളജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതൊരു ഡിസ്കഷന് വെക്കുന്നതിന് മുന്നേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് സോർട്ട് ചെയ്ത് അവിടെ ഒഴിവാക്കി വിടുക. അല്ലാതെ പിന്നെ നമുക്കും അതൊരു ട്രോമ ആയിരിക്കും ലൈഫ് ലോങ്, അല്ലേ? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ കയറി പിടിച്ചാൽ നമുക്ക് എന്തായിരിക്കും ഫീലിംഗ്? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ എന്ന് പറയുന്നതിൽ ഞാൻ അപ്പൊരെണ്ണം പൊട്ടിച്ചു എന്ന് പറയുന്നതിലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സംതൃപ്തി ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത്.